രണ്ട് കാര്യമാണ് ഇന്ന് പറയാൻ ഞാൻ. ശബരിമലയും മറ്റേത് ഇവിടെ തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖലയും. ഈ ശബരിമലയെ കുറിച്ച് ഞാൻ ഒക്ടോബർ 3 നടത്തിയ പ്രസ് കോൺഫറൻസ്, ഞങ്ങളുടെ ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ ഞാൻ പറഞ്ഞു, ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇതിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കും എന്ന് അന്ന് ഞാൻ ഫോർകാസ്റ്റ് ചെയ്ത ഒരു കാര്യം. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 4.5 മാസമായി, 5 മാസമായി SIT അന്വേഷിച്ചിട്ട് ഇന്ന് എന്താണ് നമ്മൾ കാണുന്നത്? ഈ കൊള്ള ചെയ്തത് ആരാണെന്ന് ഇന്ന് ആർക്കെങ്കിലും കൃത്യമായൊരു ഒരു ഇൻഫർമേഷൻ ഉണ്ടോ? ഇല്ല. എന്നിട്ട് തന്ത്രി 2 ദിവസം മുമ്പേ തന്ത്രിനെ റിലീസ് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് എന്താ പറഞ്ഞത്? തന്ത്രിനെതിരെ ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല. അപ്പോൾ ഇന്ന് ചോദിക്കേണ്ടത്, ഈ തന്ത്രിനെ എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്? ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല എന്ന് കോർട്ട് പറയുന്നു. പിന്നെ എന്തിനാണ് തന്ത്രിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തത്? ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവര് ദേവസ്വം ബോർഡ് ചെയർമാനും അവരെല്ലാം അറസ്റ്റ് ചെയ്ത് ചോദിച്ച് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പ് കടങ്ങപ്പള്ളി സുരേന്ദ്രന്റെ ചോദ്യവും കഴക്കൂട്ടം MLA മന്ത്രി, മുൻ ദേവസ്വം മന്ത്രിയായ കടങ്ങപ്പള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ആണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ ആർക്കും ഒരു സംശയമില്ല, ഞങ്ങൾക്കൊരു സംശയമില്ല. കാരണം കോർട്ട് തന്നെ പറയുന്നു ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല. അപ്പോൾ അയോട്ട ഓഫ് എവിഡൻസ് ഇല്ലാണ്ട് എന്തുകൊണ്ടാണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത്? ശ്രദ്ധ തിരിക്കാൻ, ആരെ സംരക്ഷിക്കാൻ? കടകംപള്ളി സുരേന്ദ്രൻ, കഴക്കൂട്ടം MLA, മുൻ ദേവസ്വം മന്ത്രി, ഇന്നത്തെ ഏറ്റുമാനൂർ MLA, ദേവസ്വം മന്ത്രി വാസവൻ. മനസ്സിലായില്ലേ? തന്ത്രിനെ അറസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇവരെ രണ്ടുപേരെ കുറിച്ച് ഒരു വാക്ക് മാധ്യമ സുഹൃത്തും പറയുന്നില്ല, നമ്മൾ ഡിസ്കോഴ്സിൽ നടക്കുന്നില്ല, SITയും ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻ ദേവസ്വം മന്ത്രിനെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, ഇന്നും ശ്രമിക്കുന്നുണ്ട്, ഇനിയും ശ്രമിക്കുന്നുണ്ട് എന്ന് കൃത്യമായി ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ കഴിയുന്നുണ്ട്. ഇതിനെ കവറപ്പ് ചെയ്യാനോ ഇതിനൊരു സ്ലിപ്പപ്പ് വീഴ്ചയായിട്ട് കാണിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ശ്രമങ്ങൾ ഞങ്ങൾ അതിനെ എക്സ്പോസ് ചെയ്യും. വരാൻ പോകുന്ന കാലത്ത് അതിനെക്കുറിച്ച് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യും. അതൊന്ന്. രണ്ടാമത്തേത്, മറ്റൊരു മന്ത്രി വീണാർ ജോർജ്, ആലപ്പുഴ MLA ഹെൽത്ത് ആരോഗ്യമന്ത്രിയായ വീണാർ ജോർജ്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഒരു ഡയലോഗുണ്ട്, എനിക്ക് ഏറ്റവും പിടിച്ചൊരു ഡയലോഗാണ്. സർക്കാരിലിരിക്കുമ്പോൾ പ്രതിബദ്ധതയും ആത്മാർത്ഥമായി പ്രവർത്തിക്കണം, അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ശകലെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോകണം. ഇത് 2016 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡയലോഗാണ്. പ്രതിപക്ഷ പാർട്ടി നേതാവായിരുന്നു. അപ്പോൾ ആ ഡയലോഗ് ഇന്ന് ഞാൻ വീണാർ ജോർജിന് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഡോക്ടർമാർ സമരം ചെയ്യുന്നു, നഴ്സുമാർ സമരം ചെയ്യാൻ പോകുന്നു, രോഗികൾ ദുരന്തത്തിൽ സഫർ ചെയ്യുന്നു. ഇതാണ് ആരോഗ്യ മേഖലയുടെ സ്ഥിതി. കേരള മോഡൽ എന്ന് പറഞ്ഞു നടക്കുന്ന CPM സർക്കാർ ഒന്ന് ഉത്തരം തരണം. ഇതെന്താണ് കേരള സംസ്ഥാനം മാത്രം രോഗീൻ്റെ ഉള്ളിൽ ഈ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ? ആശുപത്രികൾ, ഗവൺമെന്റ് ആശുപത്രികൾ ഇന്ന് ഒരു പ്രിമിറ്റീവ്, ഒരു പഴയ കാലത്തെ പൊളിഞ്ഞു കിടക്കുന്ന ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ആയിട്ട് മാറ്റിയ ഹെൽത്ത് മന്ത്രിയാണ്, ആരോഗ്യമന്ത്രിയാണ് വീണാർ ജോർജ്. അപ്പോൾ രാജിവെച്ച് പോണ്ടേ?
ഡോക്ടർമാരും സമരം ചെയ്യുന്നു, രോഗികളെ ദുരന്തത്തിലാക്കുന്നു, നഴ്സുമാർ സമരം ചെയ്യുന്നു, ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ കാശില്ല, എക്വിപ്മെന്റ് വാങ്ങാൻ കാശില്ല, രോഗികൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി മരിക്കുന്നു. അപ്പൊ 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്ന വാഗ്ദാനം കൊടുത്ത് 10 കൊല്ലം ഭരിച്ച CPM സർക്കാർ ഇന്ന് എന്താ ഒന്നായി തുടരാമെന്ന് പറയുമ്പോൾ എന്തു തുടരാം? ഇതാണോ തുടരേണ്ടത്? അപ്പോൾ രാജിവെക്കണം. വീണ ജോർജിന് ശകലം ഉളുപ്പുണ്ടെങ്കിൽ, ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നൊരു ഉപദേശമാണ്, വീണ ജോർജ് രാജിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ചോദിച്ചോളൂ. അല്ല, ഞാൻ കോർട്ട് പറഞ്ഞത് എന്താ? ദർ ഈസ് നോട്ട് ആൻ അയോട്ട ഓഫ് എവിഡൻസ് അഗൈൻസ്റ്റ് തന്ത്രി. ഞാൻ എന്താണ് ചോദിക്കുന്നത്? തന്ത്രിനെ ഡിഫെൻഡ് ചെയ്യാനല്ല ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ആ സമയം ഒരു എവിഡൻസ് ഇല്ലാണ്ട് തന്ത്രിനെ അറസ്റ്റ് ചെയ്തു? ഞങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്? ഇത് വാസവന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ചോദ്യം ചെയ്യാൻ, അതിന്ന് ശ്രദ്ധ തിരിക്കാൻ ആണ് ഈ സർക്കാർ ചെയ്തത്. ഇത് അവരൊരു തന്ത്രം ആയിരുന്നു. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു എവിഡൻസ് ഇല്ലാണ്ട് എങ്ങനെയാണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നത്? അല്ല, അതല്ല ഞാൻ പറയുന്നത്. 5 മാസം കഴിഞ്ഞു. 5 മാസം മുമ്പേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു വീഴ്ചയാണ്. അദ്ദേഹം അന്ന് തന്നെ പ്രീ ഡിറ്റർമിൻഡ് ആണ്. ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി SIT ആരുടെ കീഴിലാണ്? ആഭ്യന്തരമന്ത്രിയുടെ കീഴിലല്ലേ? അദ്ദേഹം തന്നെ സെപ്റ്റംബറിൽ പറഞ്ഞു ഇതൊരു വീഴ്ചയാണ്. പിന്നെന്താ പോലീസ് ചെയ്യാൻ പോകുന്നത്? 5 മാസം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. പക്ഷേ അവിടെ മോഷണം നടന്നിട്ടുണ്ട്, കൊള്ള നടന്നിട്ടുണ്ട്, ആർക്കും സംശയമുണ്ടോ? അതിന്റെ പിന്നിൽ ആരായിരുന്നു? 5 മാസം പോരെ ഇത് കണ്ടുപിടിക്കാൻ? അത് പോരെങ്കിൽ CBI കൊടുക്കുക. നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാജി പറഞ്ഞല്ലോ, ഇത് സിൻസിയർ ആയിട്ട് ഇത് അന്വേഷിക്കണം ഉണ്ടെങ്കിൽ ഇതൊരു മൾട്ടി ജൂറിസ്ഡിക്ഷൻ ക്രൈമാണ്. അത് ചെന്നൈൻ്റെ ഭാഗമുണ്ട്, കർണാടകേൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. CBIക്ക് റെഫർ ചെയ്യൂ. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് നിങ്ങൾ തന്നെ ചോദിക്കണം. മുഖ്യമന്ത്രിയോട് ഇന്ന് മുതൽ ചോദിക്കേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ട് CBI വഴി ഇത് അന്വേഷിക്കുന്നില്ല? നിങ്ങളുടെ SIT ഫെയിൽ ചെയ്യുന്നുണ്ടല്ലോ. SIT 5 മാസം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അല്ല അതല്ല ഞാൻ പറഞ്ഞപ്പോ, അല്ല അതൊരു കോർട്ട് വഴി. ഓക്കെ, മുഖ്യമന്ത്രി അല്ലേ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഇൻചാർജ്? മുഖ്യമന്ത്രിന്റെ ഉത്തരവാദിത്തം അല്ലേ ഇത് കണ്ടുപിടിക്കാൻ? അല്ല, ആരാ പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് ഇത് റെഫർ ചെയ്യാൻ പാടില്ലെന്ന്? ഇതാരാ? ഹൈക്കോർട്ട് എന്ത് എന്താ SIT എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറയുന്നത് 5 മാസമായില്ല SIT അന്വേഷണം. എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ആരാണ് ഇത് നടത്തിയത്? കണ്ടുപിടിച്ചോ? ഹൈക്കോടതിക്ക് മനസ്സിലാവും, ഇത് നമ്മൾക്ക് മനസ്സിലാവുന്നില്ലേ? അതെ, പോരായ്മ നമ്മൾ ബ്ലൈൻഡ് ആണോ? അല്ല അത് ഹൈക്കോടതിയിൽ പോയിട്ട് ലോയർമാർ ചോദിക്കട്ടെ. ഞാനൊരു ഒരു ഒരു സിറ്റിസൺ അല്ലേ? 5 മാസം കഴിഞ്ഞിട്ട് ഇത് ഞാനൊരു വിശ്വാസിയല്ലേ? ഈ ഒരു കൊള്ള അതിൻ്റെ പിന്നിൽ ആരും ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 5 മാസം കഴിഞ്ഞിട്ട് ഇന്നും നമ്മളെ മുമ്പിൽ ആര് ചെയ്തു, എന്ത് ചെയ്തു എന്ന് അതിൻ്റെ ഒരു തെളിവോ ഒരു ഇൻഫർമേഷൻ ഇല്ലല്ലോ. SIT ഒന്നും അതിന് മുമ്പിൽ വെച്ചിട്ടുണ്ടോ? ഇല്ല.
അതിനെതിരെ ഞാൻ കോർട്ട് പോകുന്നു, ഞാൻ പേപ്പർ വായിക്കുന്നു, ടി വി കാണുന്നു. എനിക്ക് എന്താ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ശബരിമല 4.5 കിലോ കൊള്ള ആരാണ് ചെയ്തത്, അതിന് പിന്നിൽ ആരായിരുന്നു ഞാൻ ചോദിക്കുന്നു.